യെസ്, നേരെ പോകുന്നത് ഗസയിലേക്ക് തന്നെയാണ്. അപ്പോൾ പറഞ്ഞതും കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞതൊക്കെ പതിരായിരുന്നു പലതും എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വെടിനിർത്തൽ കരാർ ലംഘിച്ചു ഗസയിൽ ഉടനീളം ഇസ്രായേലിന്റെ വ്യോമാക്രമണമാണ് ഇന്നലെ കണ്ടത്. ഇന്നലെ മാത്രം 43 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയ ആക്രമണമാണ് അവിടെ ഉണ്ടായതെന്ന് നമുക്ക് ഊഹിക്കാം. ഗസയിലെ റഫയിൽ 2 സൈനികർ കൊല്ലപ്പെടുകയും ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതിനുള്ള തിരിച്ചടി എന്നാണ് ഇസ്രായേൽ പറയുന്നത്. സൈനികരെ കൊലപ്പെടുത്തിയതിൽ പങ്കില്ല എന്ന് ഹമാസ് ആവർത്തിക്കുന്നുണ്ട്. അതിർത്തികൾ അടച്ച ഗസയിലേക്കുള്ള സഹായം തടഞ്ഞ ഇസ്രായേൽ നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധമുയരുന്നു. വെടിനിർത്തൽ തുടർ ചർച്ചയ്ക്കായി ഹമാസ് സംഘം കൈറോയിലെത്തി. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, അപ്പോൾ ആക്രമണം തുടരുന്നു. ഇപ്പോഴും നേരത്തെയുള്ള ആക്രമണത്തിന് പകരം എന്നൊക്കെ പറയുമ്പോൾ ആ രീതിയിലുള്ള സമാധാന ചർച്ചകൾ, കരാർ, അതിന്റെ ഭാഗമായി നടന്ന കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വ്യോമാക്രമണം, ആളുകൾ നിരവധിയായി കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യങ്ങളിലേക്കൊക്കെ നീങ്ങിയിരിക്കുന്നു. പക്ഷേ അപ്പോഴും ഈ കരാറും അതിന്റെ ഭാഗമായുള്ള 2ാം ഘട്ട ചർച്ചയും ഒക്കെ തുടരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. അതിനപ്പുറത്തേക്ക് എന്തൊക്കെ വാർത്തകൾ ഗസയിൽ നിന്ന് പങ്കുവെക്കാനുണ്ട്? ഇപ്പോൾ ഗസയിൽ വീണ്ടും ഞങ്ങൾ ഒരു ആക്രമണത്തിലേക്ക് പോകുന്നില്ല, വെടിനിർത്തൽ തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ഇസ്രായേലും അതേപോലെ തന്നെ അമേരിക്കയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏറ്റവും ഈ വ്യോമാക്രമണത്തിന് ശേഷം, വ്യോമാക്രമണം ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നടപടിയായിരുന്നു, അത് അങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന ഒരു നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ തന്നെ പറഞ്ഞാലും വെടിനിർത്തൽ എന്ന ഒരു ഭാഗത്ത് പറയുകയും 97 പേരെ കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഇസ്രായേൽ കൊലപ്പെടുത്തി കഴിഞ്ഞു. അപ്പോൾ അത് തന്നെ ഒരു യുദ്ധത്തിന്റെ സാഹചര്യത്തിൽ ഏറ്റവും കൂടുതൽ വലിയ സംഖ്യയാണത്. 10 ദിവസത്തിനിടെ 97 പേർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഒരു ഫാമിലിയിലെ 11 പേരെ ഒന്നിച്ച് കൊലപ്പെടുത്തി എന്നൊക്കെ പറയുന്ന ക്രൂരമായ നടപടികൾ നടത്തി 230 പേരെ ജീവന്റെയും മരണത്തിന്റെയും ഇടയിലാക്കി വലിയ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഇത്രയും വലിയ ആക്രമണം നടത്തി. ഈ സാഹചര്യത്തിലാണ് അവർ പറയുന്നത് ഞങ്ങൾ വീണ്ടും വെടിനിർത്തലിലേക്ക് പോവുകയാണ് എന്നുള്ളത്. അപ്പോൾ സ്വാഭാവികമായും 2 ഇസ്രായേലി സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണോ എന്ന ഒരു പ്രതീതി സൃഷ്ടിക്കപ്പെടുമ്പോഴാണ് ഞങ്ങൾ അത് താൽക്കാലികമായ ഒരു നടപടിയാണ്, വീണ്ടും ആക്രമിക്കാൻ താല്പര്യമില്ല, എയർ സ്ട്രൈക്ക് നിർത്തിവെച്ചു എന്നുള്ള പ്രഖ്യാപനം ഇസ്രായേൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. പക്ഷെ എന്തൊക്കെയായിരുന്നാലും ഏറ്റവും കൂടുതൽ ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യം ഗസക്കുള്ളിൽ ഹമാസ് ശക്തിപ്പെട്ടു വരുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ വിചാരിച്ചത് 72 മണിക്കൂറിനകം ബന്ദികളെ കൈമാറും, അതോടുകൂടി ഹമാസ് അസ്തമിക്കും. പിന്നീട് അവരുടെ നിലവിലുള്ള നടപടി ക്രമങ്ങൾ അനുസരിച്ച് ഹമാസിന്റെ നിരായുധീകരണവും വേറെ ഒരു പാവ സർക്കാരിനെ അവർ സ്ഥാപിക്കലോട് കൂടിയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. അതോടുകൂടി വിജയപ്രഖ്യാപനം നടത്തി നെതന്യാഹുവിന് മുന്നോട്ട് പോകാം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അത്ര വേഗത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. ബന്ദികളെ പൂർണ്ണമായും വിട്ടു നൽകുക എന്ന പ്രക്രിയ ഹമാസ് താമസിപ്പിക്കുന്നു. അതിന് കാരണങ്ങളുണ്ട്. കാരണം ഇത്രയും ബന്ദികളുടെ മൃതദേഹങ്ങളാണ് വിട്ടുകൊടുക്കാനുള്ളത്. ജീവനുള്ള എല്ലാവരെയും വിട്ടുകൊടുത്ത് കഴിഞ്ഞു. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുക എന്നുള്ളത് അത്രയും വലിയ അവശിഷ്ടങ്ങളിൽ നിന്ന് അവ കണ്ടെത്താനും അത് കൈമാറാനുമുള്ള സാവകാശമുണ്ട്. അതിനിടയിലാണ് ഇസ്രായേലിന്റെ ഒരു പദ്ധതി പാളിപ്പോകുന്നത്. ഹമാസിന്റെ 72 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് അവിടെ കാര്യം നിയന്ത്രിക്കാൻ വേണ്ടി ചില കൂലിപ്പട്ടാളങ്ങളെ ഇസ്രായേൽ ചെലവും കൊടുത്ത് അവിടെ വളർത്തിയെടുത്തിരുന്നു. അത്തരം ചില ഗ്യാങ്ങുകൾക്കെതിരെ ശക്തമായ നടപടിയുമായി ഹമാസ് മുന്നോട്ട് പോകുന്നു. ആ ക്രിമിനൽ സംഘങ്ങളിലുള്ള പ്രമുഖരായ ആളുകളെ കൊല ചെയ്യുന്ന സാഹചര്യം കൂടിയൊക്കെ ഉണ്ടായി. അപ്പോൾ ഇത് ഇസ്രായേലിനെ ചൊടിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് അക്കാര്യം ഡൊണാൾഡ് ട്രംപ് ഏറ്റെടുത്തു. ഈ ആളുകളെ, പലസ്തീനുകളെ ഹമാസ് കൊല്ലുകയാണെങ്കിൽ ഞങ്ങൾ ഹമാസിനെയും കൊല്ലും എന്നൊക്കെ പറയുന്ന പ്രസ്താവനകൾ ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷെ അതുകൊണ്ടൊന്നും കാര്യങ്ങൾ ഒന്നും മാറ്റമില്ല എന്ന് കണ്ടപ്പോഴാണ് നേരെ എയർ സ്ട്രൈക്കുമായി, വ്യോമാക്രമണവുമായി തന്നെ ഇസ്രായേലിൽ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായത്. ഇന്നലെ കഴിഞ്ഞ ദിവസം നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പ് പോലെയുള്ള ഇടങ്ങളിൽ ഒറ്റയടിക്ക് 20 പേരെ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഇതാണ് നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. അപ്പുറത്ത് നമ്മൾ കാണുന്നത് ഇതിന്റെ ഒരു മറ പിടിച്ചുകൊണ്ട് സഹായം ഇങ്ങോട്ട് എത്തുന്നത് വൻതോതിൽ തടയുന്നു എന്നുള്ളതാണ്. റഫ അതിർത്തി ഇതുവരെ തുറന്നിട്ടില്ല. ഈ ഒരു കരാറിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്ന് പറയുന്നത് റഫ അതിർത്തി തുറക്കുക എന്നുള്ളതാണ്. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ വന്നിട്ടുള്ളത്. UN സഹായങ്ങൾ, ലോകരാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഗൾഫ് രാഷ്ട്രങ്ങളുടെ വലിയ സഹായങ്ങൾ അവിടെ റഫ അതിർത്തിയിൽ വലിയ ട്രക്കുകളിൽ കാത്തുകെട്ടി കിടക്കുന്നുണ്ട്. ഇപ്പുറത്ത് വെള്ളവും ഭക്ഷണവും ഇല്ലാതെ നിരവധി ആളുകൾ കഷ്ടപ്പെടുന്നുമുണ്ട്. അപ്പൊ വെടിനിർത്തി കഴിഞ്ഞാൽ ആ വെള്ളവും ഭക്ഷണവും ഇങ്ങോട്ട് വരും, റഫ അതിർത്തി തുറക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച ആളുകളുടെ എല്ലാ പ്രതീക്ഷകളെയും ആസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ നടപടികളുമായി ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ മറ്റു ചില പദ്ധതികൾ പാളിയതിലുള്ള അമർഷം കൂടി ഇക്കാര്യത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും.